ഹലോ. ഹലോ. തസ്ലിക്ക് ഞാൻ വിനീത്. ഞാൻ മെസ്സഞ്ചറിൽ മെസ്സേജ് ചെയ്തിരുന്നു. അതെ, ഇപ്പം FB വാട്സപ്പ് മുഴുവൻ ഇയാളുടെ ഫോട്ടോസും ജിഷയുടെ കൊലപാതകയാണെന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇയാളുടെ FB പേജൊക്കെ ഞാൻ കയറി നോക്കി. അപ്പോൾ ജിഷയുടെ മരണ സമയത്ത് തന്നെ ജസ്റ്റിസ് ഫോർ ജിഷ ഹാഷ്ടാഗും ഫോട്ടോയൊക്കെ ഇട്ടിരുന്ന ആളാണ് ഇയാള്. അപ്പൊ ഈ PP തങ്കച്ചൻ എന്ന് പറഞ്ഞ ആളുടെ ഡ്രൈവർ ആണോ തസ്ലിക്ക്? അല്ല, നിലവില് ഞാൻ പറവൂര് ഷോപ്പുണ്ട്, അല്ലേ, മെൻസ് വെയർ. ഞാൻ ആ ഷോപ്പിൽ നിൽക്കുകയാണ്. പിന്നെ ചെറുതായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്നു. ഈ വാർത്തകള് തസ്ലിക്ക് കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. നിലവിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഇറങ്ങുമ്പോൾ തന്നെ ആളുകൾ ചോദിച്ചു തുടങ്ങിയത് ആണല്ലേ. ഈ പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ളവരെ ആരെങ്കിലും വിളിക്കുക, ഇങ്ങനെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിരുന്നോ? സുഹൃത്തുക്കളല്ല നിലവിൽ ചെയ്തേക്കുന്നത്. ഇത് മീഡിയ തന്നെയാണ്. എനിക്ക് കിട്ടിയ ട്രൂ ലൈൻ എന്ന് പറഞ്ഞൊരു മീഡിയയാണ്. അത് ഓൺലൈൻ മീഡിയ എന്ന് തോന്നുന്നു. അവരാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. പിന്നെ വേറെ കുറച്ച് മീഡിയാസ്, പത്രപ്രവർത്തകരൊക്കെ ഇട്ടിട്ടുണ്ട്. ആണല്ലേ. ഈ പറയുന്ന ഈ PP തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും മുൻപരിചയം ഉണ്ടോ തസ്ലീക്കിന്? മുൻപരിചയം ഉണ്ടോന്ന് വെച്ചാ ഒരു തവണ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ. അതല്ലാതെ ഡ്രൈവർ അല്ല? അല്ലല്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറൊന്നുമല്ല. ഞാൻ നിലവിൽ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കൈപ്ര എന്ന് പറയും, ശ്രീമലയത്ത് ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പെരുമ്പാവൂര് ജിഷയുടെ വീട് ഏതാണെന്ന് വെച്ചാൽ തന്നെ പെട്ടു. ഒരു വർഷം കണ്ടാൽ ഞാൻ പെരുമ്പാവൂര് വരും. നിലവിൽ പറവൂര് ഷോപ്പിലാണ്. ഷോപ്പിൽ നിന്ന് വരുമ്പോ നൈറ്റ് 11 മണിയാണ്, കാലത്ത് പോകും. പിന്നെ എന്താ പെരുമ്പാവൂര് എവിടെയാ വീട്? തസ്ലീക്കിന്റെ വീട് എവിടെയാ? നിലവില് വീട് ശ്രീമൂലനഗരത്താണ്. ഞാനിപ്പോ ശ്രീമൂലനഗരം. ഓക്കെ. ആലുവയിലാണ് തുരുത്തിലാണ്. ആലുവയിലല്ലേ? ഓക്കെ. അപ്പൊ ഈ വാർത്ത പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, പോലീസൊന്നും വിളിച്ചിട്ടൊന്നും ഇല്ല. ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു ഫേക്ക് വാർത്ത എന്നുള്ളതിന്റെ അപ്പുറത്ത് ഒന്നുമില്ല. അപ്പൊ അത് കൂടുതൽ എന്തെങ്കിലും പറയണ്ടോ? നമുക്കിപ്പോ തന്നെ ന്യൂസ് കൊടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ ഒരു അടിസ്ഥാനം ഇല്ലാത്ത വാർത്തയുടെ പേരിൽ അങ്ങനെ ഒരു പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ വേറെ എന്തെങ്കിലും കൂടെ കൊടുക്കണമെന്ന് തോന്നുന്നത് പറയാനുണ്ടോ? നിലവില് കൊടുക്കാനുള്ള, അതായത് നമ്മളിപ്പോ ഒരു ഫോട്ടോ അങ്ങനെ സാധനം തോന്നിയാൽ സോഷ്യൽ മീഡിയ വഴിയല്ല പ്രചരിപ്പിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പോലീസിന് കൈമാറുക. ഇത് കംപ്ലീറ്റ് ഇഥവാ ഇനി വേറൊരാളും കൂടി ഇതേപോലെ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ വീട്ടിൽ കെട്ടുണ്ടാവുന്നത്, ഇപ്പൊ എന്റെ വീട്ടില് വൈഫിനൊന്നും അറിയില്ല, വൈഫ് പ്രഗ്നന്റ് ആണ്, വൈഫിന് അറിയില്ല, വൈഫ് അറിഞ്ഞാൽ തന്നെ അത് വേറെ സീനാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരെയാണെങ്കിൽ പോലീസിനാണ് നിലവിൽ കൊടുക്കേണ്ടത്. സോഷ്യൽ മീഡിയ വഴി കംപ്ലീറ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ ഇപ്പൊ ഇവിടെ 2 പേരുണ്ട്, അവർക്ക് പുള്ളി എന്ന് പറഞ്ഞോണ്ടാ നിൽക്കുന്നത്. അവസ്ഥയാണ്. ശരിയാണ്. അപ്പൊ നമുക്ക് ന്യൂസ് കൊടുക്കാൻ തസ്ലിക്ക. ഞാൻ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും കൂടെ വേണമെങ്കിൽ